നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മെൻസ്ട്രൽ കപ്പിൻ്റെ ഉപയോഗത്തെക്കുറിച്ചാണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും മെൻസ്ട്രൽ കപ്പ് എങ്ങനെ ഹൈജീനിക് ആയിട്ട് പീരിയഡ്സിൻ്റെ സമയം ഉപയോഗിക്കാമെന്ന്. പക്ഷേ ഒരുപാട് ആകാംക്ഷകളുണ്ട്, ഇതെങ്ങനെ പ്ലേസ് ചെയ്യും, ഇതെങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ള കാര്യം. നമ്മളൊരു മെൻസ്ട്രൽ കപ്പ് മേടിക്കുമ്പോൾ ഒന്നുകിൽ ഹോസ്പിറ്റൽ ഫാർമസികളിൽ നിന്ന് മേടിക്കാം, അല്ലെങ്കിൽ ഓൺലൈൻ സൈറ്റ്സിൽ നിന്ന് മേടിക്കുമ്പോൾ ഇങ്ങനെയാണ് അത് ഡിസ്പെൻസ് ചെയ്യുന്നത്. ഇറ്റ് കംസ് ഇൻ എ സ്റ്റീൽ ടിൻ ആൻഡ് ദെൻ അകത്തൊരു കോട്ടൺ പൗച്ചുണ്ട്. ഓപ്പൺ ദ പൗച്ച്, ടേക്ക് ഔട്ട് ദ മെൻസ്ട്രൽ കപ്പ്. ഈ കപ്പ് മീഡിയം സൈസാണ്. Normally menstrual cup comes in 3 sizes: small, medium and large. And ചില menstrual cupsന് സ്റ്റെമ്മും ഉണ്ട്. menstrual cupൻ്റെ ഡിസ്ക്രിപ്ഷൻ എങ്ങനെയായിരിക്കും? ഇതാണ് റിം ഓഫ് ദ കപ്പ്. ഈ റിമ്മ് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ചെറിയ സുഷിരങ്ങളുണ്ട്. ഈ ഓപ്പണിങ്സ് ആണ് അതിൻ്റെ വാക്യൂം ഇഫക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദിസ് ഇസ് ദ ബോഡി ഓഫ് ദ കപ്പ് ആൻഡ് ലാസ്റ്റ് ഇസ് ദ ലോവർ പോർഷൻ ഓഫ് ദ കപ്പ്. ചില കപ്സിൽ സ്റ്റെംസ് ഉണ്ട്. സം പീപ്പിൾ ഫൈൻഡ് ഇറ്റ് ഈസി. സ്റ്റെം ഉള്ളത് വെച്ച് ഇൻസേർട്ട് ചെയ്യാനും എടുക്കാനും ഈസി ആയിട്ട് തോന്നാറുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഈ 3 ഡിഫറെൻറ്റ് സൈസിൽ എന്തുകൊണ്ടാണ് വരുന്നത്? ആദ്യമായിട്ട് 18 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കാണ് മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കാൻ കഴിയുന്നത്. 18 to 25 ഇയേഴ്സ് അൺമാരിഡ് ഗേൾസ് നോട്ട് സെക്ഷുവലി ആക്റ്റീവ്, അവർക്കാണ് സ്മോൾ സൈസ് കപ്സ്. ഒരു 20 cc ആയിരിക്കും അതിൻ്റെ റഫ്ലി കപ്പാസിറ്റി. മീഡിയം സൈസ് കപ്സ് ആർ ഫോർ വിമൻ more than 25 years old who are sexually active, പക്ഷേ കുട്ടികൾ ഉണ്ടായിട്ടില്ല. അതായത് നോർമൽ ഡെലിവറി ആകാത്ത സെക്ഷുവലി ആക്റ്റീവായിട്ട് ഓവർ 25 ഇയേഴ്സ് ഉള്ള ആൾക്കാണ് മീഡിയം സൈസ്. ഇതൊരു മീഡിയം സൈസ് കപ്പാണ്. ഇതിൻ്റെ കപ്പാസിറ്റി ഒരു ലെസ് ദാൻ 25 cc, അതാണ് അതിൻ്റെ കപ്പാസിറ്റി. ലാർജ് സൈസ് കപ്സ് ആർ more than 30 cc capacity. That is for women over 30 years old who have delivered. ഒന്നോ അതിൽ കൂടുതലോ കുട്ടികളുള്ള സെക്ഷലി ആക്റ്റീവായിട്ടുള്ള ലേഡീസിനുള്ളതാണ് ലാർജ് സൈസ് കപ്സ്. പീരിയഡ്സിൻ്റെ സമയത്ത് മാത്രമേ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കാവുള്ളൂ. വെള്ളപോക്കുണ്ട്, ആ ഡിസ്ചാർജ് ഈ ഡിസ്ചാർജിനൊന്നും ഉപയോഗിക്കരുത്. പീരിയഡ്സ് സ്റ്റാർട്ടാവുമ്പോൾ തന്നെ മെൻസ്ട്രൽ കപ്പ് എടുക്കുക. നേരത്തെ ഞാൻ കാണിച്ച പോലെ ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ ധാരാളം വെള്ളം എടുത്ത് തിളപ്പിക്കുക. തിളയ്ക്കുന്ന വെള്ളത്തിൽ ഇത് ഡ്രോപ്പ് ചെയ്ത് 5 minutes തിളപ്പിക്കുക. തിളപ്പിച്ച ശേഷം ഇത് എടുത്തതിന് ശേഷം ഒരു യൂറോപ്യൻ ക്ലോസറ്റിൽ നല്ല കാം ആൻഡ് കൂൾ ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. എംപ്റ്റി യുവർ ബ്ലാഡർ ആൻഡ് ബവൽസ് ആൻഡ് ദെൻ ഇൻസേർട്ട് ദ കപ്പ്. ഇൻസേർട്ട് ചെയ്യാൻ 2 രീതിയിലാണ് ഏറ്റവും ഈസി ടു ഫോൾഡ് ഇറ്റ്. വൺ ഇസ് സി ഫോൾഡിങ്, ദാറ്റ് ഇസ് ഈ കപ്പ് കണ്ടല്ലോ, അത് ജസ്റ്റ് ഫോൾഡ് ഇറ്റ് ഓൺ ഇറ്റ് സെൽഫ്. ഇതാണ് സി ഫോൾഡിങ് ഓർ യു ഫോൾഡിങ് എന്ന് പറയുന്നത്. ആൻഡ് ജസ്റ്റ് ഹോൾഡ് ഇറ്റ് ലൈക്ക് ദാറ്റ്. സെക്കൻഡ് മെത്തേഡ് ഇസ് എ പഞ്ച് ഡൗൺ ടെക്നിക്. അതായത് അതിൻ്റെ മുകൾ ഭാഗം താഴോട്ട് പ്രസ് ചെയ്തിട്ട് ഉള്ളിലോട്ട് വലിക്കുക. ആൻഡ് ഇതാണ് ഏറ്റവും നാരോവസ്റ്റ് പോർഷൻ. ഈസി ആയിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇന്ന് ഞാൻ ഒരു യൂട്രസിൻ്റെ മോഡൽ കൊണ്ടുവന്നിട്ടുണ്ട്. ദിസ് എ മോഡൽ ഓഫ് ദി യൂട്രസ് ആൻഡ് ഇത് ബോഡി ഓഫ് ദി യൂട്രസ്. ഇത് യൂട്രസിൻ്റെ വാമുഖം, അണ്ടവാഹിനി കുഴല്. ഈ യെല്ലോ പോർഷനാണ് ഓവറി. ഈ ഡാർക്ക് പിങ്ക് ആയിട്ടുള്ള ഭാഗം കണ്ടോ, ഈ ഭാഗം മാത്രമേ യോനിയിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയുള്ളൂ. മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും ഉള്ള ആകാംക്ഷ, ദൈവമേ ഈ കപ്പ് മോളിൽ പോവുമോ, പിന്നെ എടുക്കാൻ പറ്റാതെ ഒരിക്കലും വരില്ല. നോ മാറ്റർ ഹൗ ഹാർഡ് യു പുഷ്, എത്ര മുകളിലോട്ട് കയറ്റി വെച്ചാലും ഈ പോർഷൻ ഇസ് എ ക്ലോസ് സ്പേസ്. വെജൈന ഇസ് എ ക്ലോസ്ഡ് ബ്ലൈൻഡ് എൻഡഡ് ടണൽ. അതിൻ്റെ അപ്പുറം മുകളിലോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസേർട്ട് ചെയ്യുന്ന രീതി കാണിച്ചു തരാം. പഞ്ച് ഡൗൺ ആയിട്ടാണ് വെക്കുന്നതെങ്കിൽ ദിസ് ഇസ് ദ വേ യു ഹോൾഡ് ഇറ്റ്. സിറ്റ് ഓൺ എ ക്ലോസറ്റ് ഓർ വാഷ്റൂമിൽ നിന്നിട്ട് ഒരു കാലം ഒരു സ്റ്റൂളിൽ വെച്ച് റിലാക്സ്ഡ് ആയിട്ട് വെക്കുക. ആൻഡ് യുവർ പീരിയഡ്സ് ഉള്ള സമയത്ത് എപ്പോഴും ലൂബ്രിക്കേഷൻ ഉണ്ടാവും. ഇൻസേർട്ട് ഇറ്റ് ഇൻസൈഡ് ദ വെജൈന. അത് ഓപ്പൺ ആയോ എന്ന് പുട്ട് യുവർ ഫിംഗർ ഇൻ ആൻഡ് ലോവർ പോർഷൻ ബൾജ് ഔട്ട് ആയിട്ട് ഓൾ റൗണ്ട് ബൾജിങ് ആണോ എന്ന് നോക്കണം. എവിടെയെങ്കിലും ഇങ്ങനെ ഞെങ്ങിയിരിക്കുവാണെങ്കിൽ ട്വിസ്റ്റ് ഇറ്റ് സോ ദാറ്റ് ഇറ്റ് സ്നാപ്സ് ഓപ്പൺ ആൻഡ് വാക്യൂം എഫക്റ്റിൽ ഇരിക്കും. ദെൻ എടുക്കുമ്പോൾ കപ്പ് 12 hours എങ്കിലും ആവുമ്പോൾ മിനിമം യു ഹാവ് ടു ടേക്ക് ഇറ്റ് ഔട്ട് ആൻഡ് ക്ലീൻ ഇറ്റ് ആൻഡ് പുട്ട് ഇറ്റ് ബാക്ക് ഇൻ. പക്ഷേ അതിന് മുമ്പേ ഫില്ലാവുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ദാറ്റ് സെൻസേഷൻ ഓഫ് എ ഫുൾനെസ്. ആ സമയം സിറ്റ് ഓൺ എ ക്ലോസറ്റ്, ഇൻസേർട്ട് യുവർ ഫിംഗർ, ലോവർ പോർഷനിൽ പ്രസ് ചെയ്ത് വാക്യൂം റിലീസ് ചെയ്തിട്ട് പതുക്കെ സൈഡ് വേസ് ടിൽറ്റ് ചെയ്ത് എടുക്കാവുള്ളൂ. സ്റ്റെമ്മിൽ പിടിച്ച് വലിച്ചിങ്ങനെ എടുക്കരുത്. ആൻഡ് എടുത്തതിന് ശേഷം
ഈ കപ്പിലെ ബ്ലഡ് ക്ലോസറ്റിലോട്ട് ഒഴിക്കുക ആൻഡ് ജസ്റ്റ് വാഷ് വിത്ത് വാട്ടർ. ഡോണ്ട് പുട്ട് സോപ്പ് ഉപയോഗിക്കരുതെന്ന് പറയുന്നതിൻ്റെ റീസൺ സോപ്പിലുള്ള റെസിഡ്യൂസ് കെമിക്കൽസ് ഈ സിലിക്കോൺ ഈ കപ്പിൽ അഡിയഡ് ആയിരിക്കും. ഓൾ മെൻസ്ട്രൽ കപ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് 100% മെഡിക്കൽ ഗ്രേഡ് ഇനേർട്ട് സിലിക്കോൺ. അപ്പോൾ ഇത് ഓൺലൈൻ സൈറ്റ്സിൽ നിന്ന് മേടിക്കുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ISO മാർക്ക് ഉണ്ടോയെന്നും GMP സർട്ടിഫൈഡ് ആണോ എന്ന് 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് 100% മെഡിക്കൽ ഗ്രേഡ് ഇനേർട്ട് സിലിക്കോൺ ആണ്. 1 ടൈം ബൈ ആണ്. ഒരു തവണ മെൻസ്ട്രൽ കപ്പ് വാങ്ങിച്ചാൽ 10 മുതൽ 12 വർഷം വരെ ഉപയോഗിക്കാൻ പറ്റും. ആസ് ലോങ് ആസ് ഈ റിമ്മിൻ്റെ വാക്യൂം ഇഫക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം ഇത് യൂസ് ചെയ്യാൻ പറ്റും. സോ ബൈങ് എ മെൻസ്ട്രൽ കപ്പ് ഇസ് പോക്കറ്റ് ഫ്രണ്ട്ലി, എക്കോണമിക്കൽ ആൻഡ് എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി. ആൻഡ് ഇതിനകത്ത് കെമിക്കൽസ് ഒന്നുമില്ല. നോർമലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാനിറ്ററി പാഡ്സ് നമ്മൾ പരിസ്ഥിതിയിലോട്ട് നിക്ഷേപിച്ചാൽ 500 വർഷമായാലും അത് ഡീകമ്പോസ് ആകുന്നില്ല. സോ ഒരു എൻവയൺമെൻറ്റൽ ഹാസർഡാണ് ഈ സാനിറ്ററി പാഡ്സും ഡയപ്പേഴ്സും നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്. ഈവൻ ഇഫ് യു ബേൺ ഇറ്റ് ഡസൻ ഗെറ്റ് കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ഇൻ ടു ആഷ്. സോ എ മെൻസ്ട്രൽ കപ്പ് ഇസ് ദ perfect solution to maintain a good menstrual hygiene. And also you know how much you bleed. പലപ്പോഴും മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുമ്പോഴാണ് 3 to 4 hours ഫുള്ളാവുമ്പോൾ ദിസ് കപ്പ് ഇസ് ഒരു 25 ml. സോ ഇത് ഇത്രയും ഫാസ്റ്റായിട്ട് ഒരു 2-3-4 hours ഫില്ലാവുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും യു ആർ ബ്ലീഡിങ് മോർ ആൻഡ് യു വിൽ ടേക്ക് ദ ഹെൽപ്പ് ഓഫ് എ ഡോക്ടർ, ഇസ്ന്റ് ഇറ്റ്? സോ ദാറ്റ്സ് ഇറ്റ്. മെൻസ്ട്രൽ കപ്പിൻ്റെ ഉപയോഗം അതുകൊണ്ടാണ് വളരെയധികം പോപ്പുലറായി മാറുന്നത്. ഓഫ് കോഴ്സ് ആദ്യം യൂസ് ചെയ്ത് തുടങ്ങാൻ പഠിച്ചു ഒന്ന് അത് നല്ല പാഡിൻ്റെ ഉപയോഗം ഇല്ലാതെ തന്നെ യൂസ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷേ 3 or 4 cycles ഉപയോഗിച്ച് കഴിയുമ്പോൾ യു വിൽ ബി കോൺഫിഡൻറ്റ് ഹൗ ടു use a menstrual cup. So menstrual cup is the future. That is the solution to avoid putting more and more plastics and environmentally hazardous agents in our outer areas, and also maintaining a good menstrual hygiene.